Hi guys, have a nice day. So today we are going to see about statistics. Okay, so first of all, statistics എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കൊക്കെ അറിയോ? നമുക്ക് ഓൾറെഡി നമ്മൾ നയൻത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്റർ. സോ ജസ്റ്റ് കുറച്ച് ഒരു ഡാറ്റാസ്, ഓക്കെ, ഡാറ്റാസിനെ കളക്ട് ചെയ്യാനും അതിനെ ഓർഗനൈസ് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, സോ ഇതിനൊക്കെ കുറിച്ച് പഠിക്കുന്ന ജസ്റ്റ് ഒരു സ്റ്റഡിയുടെ നെയിമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് നോക്കും? ഈ ഒരു 10th നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ദാറ്റ് മീൻസ് മീന്, മീഡിയൻ, മോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ആവറേജ് അതിൻ്റെ സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മീനും മീഡിയനും മോഡൊക്കെ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ്, ഇപ്പോൾ മീൻ ആകുമ്പോൾ കുറച്ചും കൂടെ ടൈപ്സ് ഉണ്ട്, മീഡിയൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, മോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ നോക്കാം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടൈപ്സ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുക, അസ്യൂംഡ് മീൻ മെത്തേഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ 3 മെത്തേഡ്സിലും ഏതെങ്കിലും ഒരു മെത്തേഡ്, അതും ചെറിയ വാല്യൂസ് ഒക്കെ ആകുമ്പോൾ ഡയറക്റ്റ് മെത്തേഡ്, കുറച്ച് വലിയ വാല്യൂസ് ആകുമ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡൊക്കെ ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് സി. സോ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഫോർമുലാസ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ നോക്കിയാൽ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ സിഗ്മ എക്സ് ഐ കണ്ട, ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ബാർ ദാറ്റ് ഇസ് മീൻ എന്ന് പറയും. ഓക്കെ, മീൻ കണ്ടുപിടിക്കാനാണ് നിങ്ങളവിടെ കണ്ടത്, മീൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ നമ്മൾ എന്താണ്, മീനാണ് എക്സ് ബാർ എന്ന് പറയുന്നത് കേട്ടോ. എക്സിൻ്റെ മേലെ ഒരു ഡാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സോ എക്സ് ബാർ എന്ന് റീഡ് ചെയ്യുക. ഈ ഒരു സിമ്പിളിൻ്റെ നെയിം അതാ ഇങ്ങനെ ഇട്ടിട്ടുള്ള സിമ്പിളിൻ്റെ നെയിമാണ് സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ഓക്കെ, ഇനി ഇതേപോലെ അസ്യൂംഡ് മീൻ മെത്തേഡിനൊരു ഫോർമുല ഉണ്ട്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിനൊരു ഫോർമുല ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം കേട്ടോ. സോ ലെറ്റ് സി. ഓക്കെ, സോ ഇവിടെ നോക്കിയോ, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ സർവേ വാസ് കണ്ടക്റ്റഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് 2 students ആസ് എ പാർട്ട് ഓഫ് ദി എൻവയോൺമെൻറ്റ് അവയർനെസ് പ്രോഗ്രാം ഇൻ വിച്ച് ദേ കളക്റ്റഡ് ദി ഫോളോയിങ് ഡേറ്റ റിഗാർഡിംഗ് ദി നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ 20 houses ഇൻ എ ലൊക്കാലിറ്റി. ഫൈൻഡ് ദി മീൻ നമ്പർ ഓഫ് പ്ലാന്റ്സ് പെർ ഹൗസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു സർവേ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ അവർ കളക്ട് ചെയ്ത ഡാറ്റാസൊക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കണം, ഇതിൻ്റെ സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിക്കണം, മീൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ മക്കൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ തരുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ മക്കൾക്ക്? ഫസ്റ്റ് നിങ്ങൾ പോയിട്ട് നോക്കുകയാണ്, ഇവിടെ തന്നിട്ടുള്ള വാല്യൂസിൽ ഇതവിടെ കണ്ടോ 0 to 2, 2 to 4 ഇങ്ങനെ തരുമ്പോൾ കറക്റ്റ് 2 കഴിഞ്ഞാൽ പിന്നെ 2 തന്നെയാണോ സ്റ്റാർട്ട് ആവുന്നത് എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യുക. ഓക്കെ, 4 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബോക്സിൽ 4 തന്നെയാണോ സ്റ്റാർട്ട് ആവുന്നത് എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് ചെക്ക് ചെയ്യുക. സോ അത് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, ഇതുപോലെ ഒരു കോളം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബോക്സ് വരച്ചിട്ട് അതിലൂടെ ഓരോ കാര്യങ്ങളും നമ്പർ ഓഫ് പ്ലാന്റ്സ് അല്ലെ, നമ്പർ ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, നമ്പർ ഓഫ് ഹൗസസ് ഉണ്ട്. സോ നമ്പർ ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്ത് നെയിം പറയുന്നത് എന്നറിയോ? ക്ലാസ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ ക്ലാസ് ഇൻ്റർവെൽസ് എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് പറയും, ഇതാണ് ഫ്രീക്വൻസി, ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഇതിനെ നമ്മൾ ക്ലാസ് മാർക്ക്, എക്സ് ഐ എന്നുള്ളതിന് ക്ലാസ് മാർക്ക് എന്ന് പറയും. ഈ ഫ്രീക്വൻസി ഇൻറ്റു ക്ലാസ് മാർക്ക് മൾട്ടിപ്ലൈ ചെയ്തതാണ് എഫ് ഐ എക്സ് ഐ. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ന് എഴുതിയിട്ട് വരാം കേട്ടോ. 0 to 2, 2 to 4, 4 to 6 എന്നൊക്കെ ഉള്ളത് ലൈൻ ബൈ ലൈനായിട്ട് ഇവിടെ എഴുതി കൊടുത്ത്. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്ത്, നമ്പർ ഓഫ് ഹൗസസ് ഓരോന്നിനും നേരെ 0 to 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെയുള്ള നമ്പർ 1, 2 to 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെയുള്ള നമ്പർ 2. കറക്റ്റ് ഡയറക്റ്റ് ഇവിടെ കണ്ട ലാസ്റ്റ് 12 to 14 എന്ന് പറയുമ്പോൾ 3 ആണ്. സോ 12 to 14 3 ആണ്. നമ്മൾ കറക്റ്റ് ഓരോന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതി കൊടുത്തു. ഇനി എന്ത് ചെയ്യണം എന്നറിയോ, അടുത്താണ് നമുക്ക് ഫോർമുല ഓർമ്മയുണ്ടല്ലോ മക്കളെ, ഫോർമുല എന്തായിരുന്നു, ആർക്കാണ് ഫോർമുല ഓർക്കാൻ പറ്റുന്നത്? ഈ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ, കംപ്ലീറ്റ് സാധനം ആഡ് ചെയ്യുന്നതാണ് സിഗ്മ. സോ സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ എഫ് ഐ അല്ലേ, സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ എഫ് ഐ എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ,
സോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് എന്തുണ്ടോയെന്ന് നോക്കുകയാണ്. കണ്ടോ, എഫ് ഐ ഇൻറ്റു എക്സ് ഐ ആണ്. സോ എഫ് ഐ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എക്സ് ഐ നിങ്ങൾക്ക് വേണം. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുന്നു, ആ എക്സ് ഐനെ എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് ജസ്റ്റ് ഇതാ എക്സ് ഐനെ നിങ്ങൾ എഴുതി കൊടുക്കുകയാണ്. എങ്ങനെയാണ് എക്സ് ഐനെ എഴുതേണ്ടത്, എക്സ് ഐ എങ്ങനെ എഴുതാൻ പറ്റുക, ജസ്റ്റ് പണിയൊന്നുമില്ല, സിമ്പിളാണ്. ഇതാ ഇവിടെ കണ്ട 0 to 2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള ആളാരാണ് എന്ന് നോക്കുക. 0യും 2ൻ്റെ ഇടയിൽ ആരുണ്ട്, ഒരു 1 ഉണ്ട്. സോ ആ 1 ആണ് നിങ്ങളുടെ എക്സ് ഐ. ഓക്കെ, ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ വരുന്ന ആളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ 2 to 4 എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ ഇവിടെ ഇങ്ങനെ ഒരു 3 ഉണ്ട് അല്ലേ, ആ 3 ആണ് നിങ്ങളുടെ ക്ലാസ് മാർക്ക്. ഇനിയിപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് സെൻറ്ററിൽ നിൽക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം, മാം ഇവിടെ തന്നിട്ടുള്ളൊരു ഫോർമുല കാണുന്നുണ്ടെങ്കിൽ എക്സ് ഐ ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അപ്പർ ലിമിറ്റ്, എന്താണ് ലോവർ ലിമിറ്റ് എന്ന് നമുക്കറിയണ്ടേ. സോ വാട്ട് ഇസ് അപ്പർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണിതാ ഈ ഫസ്റ്റ്. ഓക്കെ, ഇവിടെ 2 ലിമിറ്റ്സ് തന്നിട്ടുണ്ട് കണ്ടോ, ഈ ക്ലാസ് ഇൻ്റർവെല്ലിൽ 2 ലിമിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ നിങ്ങൾ. എല്ലാത്തിലും ഇതുപോലെ 2 ഉണ്ട്, 4 ഉണ്ട്, എല്ലാത്തിലും ഇതുപോലെ 2 ലിമിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇതിലെ വലിയ ഡിജിറ്റ് നിങ്ങളുടെ അപ്പർ ലിമിറ്റും ചെറുത് നിങ്ങളുടെ ലോവർ ലിമിറ്റും. സോ ഇങ്ങനെ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ്, ഇനിയിപ്പോൾ നിങ്ങൾ മാറ്റി എഴുതിയാലും എന്തെന്നാണ്, സെയിം ആൻസറേ കിട്ടുള്ളൂ. ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാലും സെയിം ഒരേ കാര്യം തന്നെയാണ് അല്ലേ. സോ ഈ ലിമിറ്റ്സിനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മക്കൾ എന്ത് ചെയ്യാണ്, അവരുടെ ഡിവൈഡഡ് ബൈ 2 കൊടുക്കും. സോ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻറ്റർ. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ 0 പ്ലസ് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ 0 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുത്താൽ എന്താകും, 2/2 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതാണ് നമ്മളിവിടെ കൊടുത്തത്. ഓരോന്നും ഇതുപോലെ തന്നെയാണ് കേട്ടോ. 4 പ്ലസ് 2 എന്താകും, 4 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഇസ് 3 അല്ലേ. ഈ 3 ആണ് നമ്മളിതാ ഇവിടെ കൊടുത്തിട്ടുള്ള 3. ഓക്കെ, സോ ഇതുപോലെ ഓരോന്നും നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ എക്സ് ഐ, ദാറ്റ് മീൻസ് ക്ലാസ് മാർക്ക്, ടേംസ് ഒക്കെ നല്ലപോലെ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, സോ ക്ലാസ് മാർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ക്ലാസ് മാർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള പണി എന്താണ്, എഫ് ഐ നമുക്ക് ഓൾറെഡി അറിയാം, എക്സ് ഐയും നമുക്കറിയാം. അപ്പോൾ പിന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്, ഇവരെ രണ്ടുപേരും എഫ് ഐ ഇൻറ്റു എക്സ് ഐ. സോ ഈ 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 തന്നെ, 2 3s are 6, 1 5 is 5, 7 5 35, അടുത്തത് 6 ഇൻറ്റു 9 വരുന്നുണ്ട്, 6 9s are 54. കണ്ടോ, മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാതും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഓക്കെ, ഇനിയാണ് നമ്മുടെ പണി, നമ്മുടെ ഫോർമുലയിൽ സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ എന്നാണുള്ളത്. സോ ഈ എഫ് ഐ എക്സ് ഐ കണ്ടോ, ഈ എഫ് ഐ എക്സ് ഐനെ കംപ്ലീറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് സിഗ്മ എഫ് ഐ എക്സ് ഐ കിട്ടുക. ഓക്കെ, സോ കംപ്ലീറ്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെയുള്ള ഈ ഒരു നമ്പേഴ്സ് 1 6 5 35 54 22 39 ഈ നമ്പേഴ്സിനെ ഫുള്ള് ആഡ് ചെയ്തിട്ടാണ് 162 കിട്ടിയിട്ടുള്ളത്. സോ ഇതാണ് സിഗ്മ എഫ് ഐ എക്സ് ഐ. ഓക്കെ, ഇതേപോലെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഫോർമുലയിൽ വേണ്ടതാണ് സിഗ്മ എഫ് ഐ. സോ സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞാൽ അതാ എഫ് ഐനെ കംപ്ലീറ്റ് ആഡ് ചെയ്യാം, അതാണ് സിഗ്മ എഫ് ഐ. സോ ദിസ് ഇസ് 20 എന്നുള്ളതാണ് സിഗ്മ എഫ് ഐ. ഓക്കെ, സോ എന്നിട്ട് ഇത് രണ്ടും കൂടെ കൊണ്ടിട്ട് നിങ്ങളുടെ ഫോർമുലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾ, നിങ്ങളുടെ ആൻസർ ഇവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ ജസ്റ്റ് നമുക്ക് ആ ഒരു വാല്യൂസ് ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി കൊടുക്കാം കേട്ടോ. വാല്യൂസും നമ്മുടെ എക്സ് ഐൻ്റെ എക്സ് ഡാഷ്, ഓക്കെ സോറി പിന്നെ മാറിപ്പോയതാണ്. ഓക്കെ, സോ എക്സ് ബാർ ദാറ്റ് മീൻസ് മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ഇതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല. സോ ഇതിലേക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂസ് എത്രയാണ്, സിഗ്മ എഫ് ഐ എക്സ് ഐ നമ്മൾ എത്ര കണ്ടുപിടിച്ചു, 162 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ എന്താ വന്നത് നമുക്ക് 20. സോ ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാമെന്നറിയാം, ഒന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾക്ക് 162 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 എന്ന് എഴുതാം അല്ലേ. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ 2 കൊണ്ട് ഒരു നമ്പറിനെ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് നല്ല എളുപ്പമല്ലേ. 2 കൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ആയിട്ട് വരും നമുക്ക്, സോറി ഓക്കെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ആയിട്ട് വരും, 8 2s are 16, 1 2 is 2 എന്ന് വരും ആണല്ലോ. സോ 81 ഡിവൈഡഡ് ബൈ 10 ഉണ്ട്, 81 ഡിവൈഡഡ് ബൈ 10. ഇപ്പം മക്കൾക്ക് അറിയില്ല, ഡിവിഷനിൽ 10 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര സീറോസ് ഉണ്ടോ അത്ര പോയിൻറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ 81 പോയിൻറ്റ് എന്നാണ് വരിക. സോ ഈ ഒരു പോയിൻറ്റിന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കും, ഒരു പോയിൻ്റ് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് 8.1 ആയിട്ട് ആൻസർ കൊടുക്കും. ഓക്കെ, സോ 8.1 പ്ലാന്റ്സ് ആണ് അവിടുത്തെ എന്ത് മീൻ നമ്പർ ഓഫ് പ്ലാന്റ്സ് പെർ ഹൗസ് എന്നുള്ളത്. ഓരോ ഹൗസിലും ഏകദേശം എത്ര പ്ലാന്റ്സ് ആണ് എന്നുള്ളത്. ഓക്കെ, പെർ ഹൗസിന് 8.1
1 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സെൻട്രൽ ടെൻഡൻസി മീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.